നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉദ്ഘാടന സജ്ജം. സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച. തകർച്ച പാരമ്യത്തിലെത്തിയ കുട്ടിമാക്കൂൽ എരഞ്ഞോളിപ്പാലം റോഡ്. പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ യാത്രാ ദുരിതം. റബ്കോ ഉൽപ്പന്നങ്ങളുടെ റീറ്റെയിൽ ഷോറൂം കതിരൂർ വേറ്റുമ്മലിൽ ഉദ്ഘാടന സജ്ജം. ഉദ്ഘാടനം തിങ്കളാഴ്ച സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ നിർവഹിക്കും. മുഖ്യമന്ത്രിയുടെ പ്രാദേശിക റോഡ് പുനർനിർമ്മാണ പദ്ധതിയിൽ തലശ്ശേരിയിലെ 27 റോഡുകൾ നവീകരിക്കും. പ്രവൃത്തി ഉദ്ഘാടനം തിങ്കളാഴ്ച ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിക്കും. വാർത്തകൾ വിശദമായി. കണ്ണൂർ ജില്ലയിലെ പൊതുജനാരോഗ്യ രംഗത്തെ ശ്രദ്ധേയമായ ചുവടുവയ്പായി കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉദ്ഘാടന സജ്ജമായി. തിങ്കളാഴ്ച രാവിലെ 11:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് നാടിന് സമർപ്പിക്കും. ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MV രത്നകുമാരി കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നമ്മൾ വിളിച്ചു ചേർത്തതിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. നമ്മുടെ ജില്ലാ ആശുപത്രിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ഉദ്ഘാടനം ബഹുമാന്യായ മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രി തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജാണ്. അതുപോലെ തന്നെ മുഖ്യ അതിഥികളായിട്ട് പങ്കെടുക്കുന്നത് നമ്മുടെ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ, അതുപോലെ നമ്മുടെ ജില്ലയിലെ തന്നെ മന്ത്രി ആയിട്ടുള്ള രാമേന്ദ്രൻ കടന്നപ്പള്ളി, പുരാവസ്തു പുരാരേഖ അതുപോലെ രജിസ്ട്രേഷൻ മ്യൂസിയം വകുപ്പ് മന്ത്രി. ഇത്രയാണ് നമ്മുടെ മന്ത്രിമാരായിട്ട് നമ്മുടെ ഈ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ പൊതുജന ആരോഗ്യരംഗത്തെ ശ്രദ്ധേയമായ ചുവടുവയ്പായി കണ്ണൂർ ജില്ലാ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ആഗസ്റ്റ് 11 രാവിലെ 11 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ആരോഗ്യമന്ത്രി വീണ ജോർജ് അധ്യക്ഷയാകും. സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ, രജിസ്ട്രേഷൻ മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി എന്നിവർ വിശിഷ്ടാതിഥികളാകുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രത്നകുമാരി കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 5 നിലകളിലുള്ള കെട്ടിടത്തിൽ കാർഡിയോളജി, നെഫ്രോളജി, ഓങ്കോളജി OPകളുണ്ടെന്നും 3 ഓപ്പറേഷൻ തിയേറ്റർ, പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ്, മെഡിക്കൽ ICUകൾ, സർജിക്കൽ ICUകൾ, ഡയാലിസിസ് യൂണിറ്റ് എന്നിവയും വിവിധ നിലകളിലായി 23 എക്സിക്യൂട്ടീവ് പേ വാർഡുകളും പ്രവർത്തന സജ്ജമാണെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. അപ്പോൾ നമ്മുടെ ആശുപത്രിയിൽ ചുരുങ്ങിയത് 3000-ലധികം രോഗികളാണ് ഓരോ ദിവസവും OPയിലെത്തുന്നത്. അപ്പോൾ ഇത്രയും ആളുകൾ വരുന്നതോടുകൂടി തന്നെ നമുക്ക് സൗകര്യപ്രദമായ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റിയുടെ ഉദ്ഘാടനത്തോടു കൂടി ആളുകൾക്ക് വരുന്നതിനും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ചികിത്സ ലഭ്യമാക്കുന്നതിനും വലിയ രീതിയിൽ പ്രയോജനപ്പെടും. അതുപോലെ തന്നെ ഇതിൽ കിഫ്ബി ഫണ്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് 61.72 കോടി രൂപയാണ് ഇതിന് ചെലവഴിച്ചിട്ടുള്ളത്. 5 നിലകളിലായിട്ടാണ് ഈ കെട്ടിടം ഒരുക്കിയിട്ടുള്ളത്. അതിൽ നമ്മുടെ OP ഇവിടെ ഇപ്പോൾ ഉള്ള OPകളെല്ലാം അങ്ങോട്ട് മാറ്റും. അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്, അതുപോലെ ICU വാർഡുകളുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ സംവിധാനവും അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഡയാലിസിസിൻ്റെത് എല്ലാം അവിടെ ഒരുക്കിയിട്ടുണ്ട്. ആർദ്രം മിഷൻ ഉൾപ്പെടുത്തി കണ്ണൂർ ജില്ലാ ആശുപത്രി വികസനത്തിന്റെ 1ാം ഘട്ടത്തിലാണ് പുതിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ നിർമ്മാണം ഉൾപ്പെടുത്തിയത്. 61.72 കോടി രൂപയാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് 5 നിലകളിലായുള്ള കെട്ടിടം നിർമ്മിക്കാൻ ഉപയോഗിച്ചത്. സിവിൽ ജോലികൾ 39.8 കോടിക്കും ഇലക്ട്രിക്കൽ ജോലികൾ 21.9 കോടി രൂപയ്ക്കുമാണ് പൂർത്തീകരിച്ചത്. ശുദ്ധജല ശേഖരണ സംവിധാനം, സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, ആന്തരിക റോഡുകൾ, കോമ്പൗണ്ട് വാൾ തുടങ്ങിയവയും നിർമ്മിച്ചിട്ടുണ്ട്. 2 ലിഫ്റ്റുകളും പുതുതായി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. 5 നിലകൾക്കും 1254 ചതുരശ്ര മീറ്റർ വീതം വിസ്തീർണമുണ്ട്. ഏറ്റവും താഴത്തെ നിലയിൽ സ്വീകരണ സ്ഥലം, വാഹന പാർക്കിംഗ്, 110 kV സബ്സ്റ്റേഷൻ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. 1ാം നിലയിൽ 150 പേരെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന കാത്തിരിപ്പ് ലോഞ്ചോടുകൂടിയ 9 OP കൺസൾട്ടേഷൻ റൂമുകൾ, UPS റൂം, ഫാർമസി, ടോയ്ലറ്റുകൾ തുടങ്ങിയവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2ാം നിലയിൽ 3 മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററുകൾ, ഇതിൽ OT സ്റ്റോർ, നഴ്സിംഗ് സ്റ്റേഷൻ, ഡോക്ടറുടെ മുറി, പ്രീ അനസ്തേഷ്യ റൂം എന്നിവയും ഉണ്ടാകും. മെഡിക്കൽ സർജിക്കൽ ICUകൾ, കാത്തിരിപ്പ് സ്ഥലം, നഴ്സ് റൂം, അനസ്തേഷ്യ, കൺസൾട്ടേഷൻ റൂം, ടോയ്ലറ്റുകൾ എന്നിവയും ഉണ്ടാകും. 3ാം നിലയിൽ 30 കിടക്കകൾ വീതമുള്ള ജനറൽ വാർഡ്, 22 മെഷീനോട് കൂടിയ ഡയാലിസിസ് യൂണിറ്റ്, കാത്തിരിപ്പ് കേന്ദ്രം, പോസ്റ്റ് ഡയാലിസിസ് റൂം, 5 പേ വാർഡുകൾ, പെരിറ്റോണിയൽ, ഡയാലിസിസ് റൂം,
സ്റ്റോർ സംവിധാനങ്ങൾ എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 4-ാം നിലയിൽ 30 കിടക്കകളുള്ള ജനറൽ വാർഡ്, നഴ്സിംഗ് സ്റ്റേഷൻ, ടോയ്ലറ്റുകൾ എന്നിവയും ഉൾപ്പെടുത്തുന്നു. നിലവിൽ പ്രവർത്തിച്ചു വരുന്ന സർജിക്കൽ ബ്ലോക്ക്, ട്രോമ കെയർ, അഡ്മിൻ ബ്ലോക്ക്, അമ്മയും കുഞ്ഞും പരിചരണ ബ്ലോക്ക് എന്നിവയ്ക്കുള്ള സബ് പാനലുകളും പ്രവർത്തന സജ്ജമാണെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ, പൊതുമരാമത്ത് സ്ഥിരസമിതി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ടി സരള, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം കെ ഷാജ്, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ഗ്രിഫിൻ സുരേന്ദ്രൻ, ഡോക്ടർ പി കെ അനിൽകുമാർ, RMO ഡോക്ടർ സുമിൻ മോഹൻ തുടങ്ങിയവരും സംബന്ധിച്ചു. തകർച്ച പാരമ്യത്തിലെത്തിയ കുട്ടിമാക്കുൽ എരഞ്ഞോളി പാലം റോഡ്. ദിവസേന 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന വഴിയാണിത്. പലയിടങ്ങളിലായി പൊട്ടിപ്പൊളിഞ്ഞു വൻ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ്. ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷകളും അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. മഞ്ഞോടിയിലെ ഗതാഗത സ്തംഭനം ഒഴിവാക്കി തലശ്ശേരി നഗരത്തിലെത്താമെന്നതിനാൽ കുട്ടിമാക്കോൽ എരഞ്ഞോളിപ്പാലം റോഡിനെ ആശ്രയിക്കുന്നത് നിരവധി യാത്രക്കാരാണ്. കോപ്പാലത്തേക്ക് ഇന്ധനം നിറക്കാനെത്തുന്ന ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ സഞ്ചരിക്കുന്നതും ഈ റോഡ് വഴിയാണ്. തലശ്ശേരി മാഹി ബൈപ്പാസിലേക്ക് വാഹനങ്ങൾ പ്രവേശിക്കുന്നതും മലബാർ ക്യാൻസർ സെന്ററിലേക്കുള്ള യാത്രക്കാർ കടന്നുപോകുന്നതും ഇതുവഴിയാണ്. അതുകൊണ്ട് തന്നെ ഇടതടവില്ലാതെ വാഹനങ്ങൾ കടന്നുപോകും. ഈ റോഡാണിപ്പോൾ കാൽനട യാത്ര പോലും സാധ്യമാകാത്ത വിധം തകർന്ന് തരിപ്പണമായത്. കുട്ടിമാക്കോലിൽ റോഡിന്റെ പ്രവേശന കവാടത്തിൽ വൻ കുഴിയാണുള്ളത്. വളവിൽ തന്നെയായതിനാൽ വശം തെറ്റിച്ച് വാഹനങ്ങൾ കടന്നുവരുന്നത് അപകടങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. കുഴിയുള്ളതറിയാതെ ഇരുചക്ര വാഹനങ്ങളടക്കം അപകടത്തിൽപ്പെടുകയാണ്. മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്നത്. വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ കുഴിയുടെ ആഴമറിയാതെ ഓട്ടോറിക്ഷകളും ഇരുചക്ര വാഹനങ്ങളും അപകടത്തിൽപ്പെടുകയാണ്. ഈ റോഡിൽ തന്നെ 6 ഇടങ്ങളിൽ തകർച്ചയുണ്ട്. റോഡ് പൂർണ്ണമായും ടാർ ചെയ്താൽ മാത്രമേ ഗതാഗതം സുഗമമാകൂവെന്ന് വാഹന ഡ്രൈവർമാരും പറയുന്നു. റബ്കോ ഉൽപ്പന്നങ്ങളുടെ റീറ്റെയിൽ വിൽപ്പനയ്ക്കായി കതിരൂർ വേറ്റുമലിൽ സജ്ജീകരിച്ച ഷോറൂം തിങ്കളാഴ്ച മുതൽ പ്രവർത്തനം തുടങ്ങും. 2 നിലകളിലായി 5000 സ്ക്വയർ ഫീറ്റ് ചുറ്റളവിൽ ഒരുക്കിയ ഷോറൂമിന്റെ ഉദ്ഘാടനം വൈകിട്ട് 3:30 സംസ്ഥാന നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AM ഷംസീർ നിർവഹിക്കുമെന്ന് റബ്കോ ഗ്രൂപ്പ് ചെയർമാൻ കാരായി രാജൻ, മാനേജിംഗ് ഡയറക്ടർ മോൺസൺ ജോസഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സർക്കാർ നിയന്ത്രണത്തിലും സഹകരണ അടിസ്ഥാനത്തിലും രൂപം കൊണ്ട് ഇതിനകം ആഗോള പ്രശസ്തി നേടിയ റബ്കോയുടെ 200 പരം വരുന്ന ഫർണിച്ചറുകളും കിടക്കകളും മറ്റുൽപ്പന്നങ്ങളും ജനങ്ങൾക്ക് പരിചയപ്പെടാനും തിരഞ്ഞെടുക്കാനും വേറ്റുമലിലെ ഷോറൂമിൽ അവസരമുണ്ടാകുമെന്ന് ചെയർമാൻ കാരായി രാജൻ പറഞ്ഞു. ഗവൺമെൻറ് നിയന്ത്രണത്തിലും സഹകരണാടിസ്ഥാനത്തിലും പ്രവർത്തിക്കുന്ന ആഗോള പ്രശസ്തമായ ഒരു സ്ഥാപനമാണ് റബ്കോ എന്ന് എല്ലാവർക്കും അറിയാം. കേരളത്തിലെ റബ്ബർ കർഷകരെയും അതുപോലെ നാളികേര കർഷകരുടെയും ഉന്നമനം ലക്ഷ്യമാക്കിയാണ് റബ്കോ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. റബ്ബർ തടിയിൽ നിന്ന് തേക്കിനേക്കാൾ ഗുണനിലവാരമുള്ള ഫർണിച്ചറുകളും മര ഉരുപ്പടികളും നിർമ്മിക്കാൻ സാധിക്കുമെന്ന് കാണിച്ചു കൊടുത്തത് കേരളത്തിൽ ആദ്യമായി റബ്കോ എന്ന സ്ഥാപനമാണ്. ഇന്ന് ഏറ്റവും ഭംഗിയുള്ള, അതിനേക്കാൾ ക്വാളിറ്റി ഉറപ്പുവരുത്തുന്ന, കൂടുതൽ കാലം ഈട് നിൽക്കുന്ന ഫർണിച്ചർ ഉൽപ്പന്നങ്ങളാണ് റബ്കോ ഫാക്ടറിയിൽ നിന്ന് പൊതുജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ റബ്ബറധിഷ്ഠിത മറ്റൊരു ഉൽപ്പന്നമാണ് റബ്കോ മാട്രസ്. മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഒട്ടും തന്നെ ഹാനികരമാകാത്ത വിധത്തിലുള്ള പ്രകൃതിദത്തമായ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് റബ്കോവിൻ്റെ വിവിധ ശ്രേണികളിലുള്ള
മെത്തകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളറിയാതെ മാരകമായ രോഗങ്ങൾ വില കൊടുത്തു വാങ്ങുന്ന ഒരു പുതിയ കാലത്ത് ശാസ്ത്രീയമായി രൂപപ്പെടുത്തിയ മനുഷ്യൻ്റെ നട്ടെല്ലിനും ആരോഗ്യത്തിനും ചർമ്മത്തിനും ദോഷം വരാത്ത രീതിയിലാണ് കൊയറും റബ്ബറും ഉപയോഗിച്ചുകൊണ്ട് സവിശേഷമായ രീതിയിൽ റെപ്കോ മെത്തകൾ കേരളത്തിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടും മനുഷ്യൻ്റെ ശരീരത്തിനും ആരോഗ്യത്തിനും ഇണങ്ങുന്ന രീതിയിലാണ് റെപ്കോ രൂപകൽപ്പന ചെയ്ത് മുന്നോട്ട് പോകുന്നത്. 1000-ൽ പരം തൊഴിലാളികളും ജീവനക്കാരും ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഇന്ന് റെപ്കോ. അപ്പം അതിൻ്റെ വിപുലീകരണത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ 5000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഒരു സ്ഥലത്ത് റെപ്കോവിൻ്റെ ഒരു റീറ്റെയിൽ ഷോറൂം ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അവിടെ റെപ്കോവിൻ്റെ എല്ലാ ഉൽപ്പന്നങ്ങളും ലഭ്യമാവുന്നതാണ്. ഇപ്പോൾ നാളികേരത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് വിർജിൻ കോക്കനട്ട് ഓയിൽ, നാച്ചുറൽ കോക്കനട്ട് ഓയിൽ, അതുപോലെ തന്നെ മനുഷ്യർക്ക് സാധാരണ ചെറിയ ചെറിയ മുഖക്കുരുകളും കലകളൊക്കെ മാറ്റാൻ സാധിക്കുന്ന നൈറ്റ് ക്രീം ഇപ്പോൾ സാധാരണ വെളിച്ചെണ്ണയിൽ നിന്ന് വെർജിൻ ഓയിലിൻ്റെ കണ്ടന്റ് ഉപയോഗിച്ചുകൊണ്ട് റെപ്കോ മാർക്കറ്റിൽ ഇറക്കി മുന്നോട്ട് പോവുകയാണ്. 25,000 രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ ലഭിക്കും. സർക്കാർ, അർദ്ധ സർക്കാർ, സഹകരണ ജീവനക്കാർക്ക് തവണ വ്യവസ്ഥയിൽ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാം. EMI ഫിനാൻസിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. യാതൊരു കൃത്രിമ രാസവസ്തുക്കൾ ഉപയോഗിക്കാതെയാണ് റെപ്കോ കിടക്കകൾ നിർമ്മിക്കുന്നതെന്നും നടുവേദനയ്ക്ക് കിടക്കകൾ അത്യുത്തമമാണെന്നും പലരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും കാലായരാജൻ പറഞ്ഞു. വലിയ നിലയിലുള്ള പരസ്യം ഒന്നും കൊടുക്കാതെ ജനങ്ങൾക്കിടയിൽ കുടുംബശ്രീ പോലുള്ള സംവിധാനങ്ങളുടെ സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ടും മറ്റു വിധത്തിലുമാണ് റെപ്കോവിൻ്റെ മാർക്കറ്റിംഗ് തന്ത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു റീറ്റെയിൽ ഷോറൂം അവിടെ വേറ്റുമലിൽ ഉദ്ഘാടനം ചെയ്യുമ്പോൾ റെപ്കോവിൻ്റെ ഫർണിച്ചർ ശ്രേണിയിലുള്ള 200-ൽ പരം സീരീസുകൾ അവിടെ പരിചയപ്പെടുത്താനും അതുപോലെ തന്നെ നാളികേരം കൊണ്ട് നിർമ്മിക്കുന്ന വിവിധ ഉൽപ്പന്നങ്ങൾ അവിടെ ലഭിക്കാനും റബ്ബർ ചെരുപ്പുകൾ, ചപ്പലുകൾ അവിടെ കിട്ടും. ഫർണിച്ചറുകൾ, സോഫ അടക്കമുള്ള ഫർണിച്ചറുകൾ ഒക്കെ അവിടെ ലഭിക്കുന്ന വിധത്തിലാണ് ഈ റീറ്റെയിൽ ഷോറൂം പ്ലാൻ ചെയ്തിട്ടുള്ളത്, അവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ KV പവിത്രൻ, ജനറൽ കൺവീനർ P അജിത്ത്, റെപ്കോ ഹുവാറ്റ് ഫാക്ടറി മാനേജർ KC ശ്രീജേഷ് എന്നിവരും സംബന്ധിച്ചു. റെപ്കോ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലാകെ വിപണനം നടത്തുന്ന ഒരു സ്ഥാപനമാണ്. കൂടാതെ തന്നെ ധാരാളം എക്സ്പോർട്ടും UK അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് എക്സ്പോർട്ട് നടത്തുന്ന ഒരു സ്ഥാപനമാണ് റെപ്കോ. ഞങ്ങളുടെ പ്രൊഡക്റ്റുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ചെയർമാൻ പറഞ്ഞ പോലെ അതിൻ്റെ ക്വാളിറ്റിയാണ്. എവിടെ പോയാലും റെപ്കോ പ്രൊഡക്റ്റുകൾ ക്വാളിറ്റി കൊണ്ടാണ് അറിയപ്പെടുന്നത്. ഒരു 25-30 വർഷമായിട്ടും ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന എല്ലാ വ്യക്തികൾക്കും അറിയാം അതിന് യാതൊരു കേടുപാടുകൾ സംഭവിക്കുകയോ ഒന്നും ഒരു രീതിയിലുള്ള പോളിഷിന് പോലും ഒരു മങ്ങലേൽക്കുകയോ ചെയ്യാത്ത രീതിയിലുള്ള ക്വാളിറ്റി പ്രോഡക്റ്റാണ് റെപ്കോയെ സംബന്ധിച്ചിടത്തോളം. മാട്രസ് ആയെങ്കിലും വെർജിൻ കോക്കനട്ട് ഓയിലാണെങ്കിലും ഫർണിച്ചർ ആണെങ്കിലും ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും അതിൻ്റെ ഒരു മേന്മ എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. റെപ്കോ വിപണനം നടത്തുന്നത് 2 രീതിയിലാണ്. ഒന്ന് ഡീലർ ഡിസ്ട്രിബ്യൂട്ടർ വഴിയുള്ള സെയിലുണ്ട്, മറ്റൊന്ന് നമ്മളുടെ ഡയറക്റ്റ് ഷോറൂംസ് ആണുള്ളത്. കേരളത്തിലെ ഏതാണ്ട് 5ഓളം ഡയറക്റ്റ് ഷോറൂമുകളും കൂടാതെ കേരളത്തിന് പുറത്ത് കോയമ്പത്തൂര് ഞങ്ങൾക്കൊരു ഡയറക്റ്റ് ഷോറൂമും ഉണ്ട്. ബാക്കി സ്ഥലങ്ങളിലൊക്കെ റെപ്കോ വിപണനം നടത്തുന്നത് ഡീലേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും വഴിയാണ്. ഏത് സ്ഥലത്താണെങ്കിലും റെപ്കോയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ റെപ്കോയുടെ പ്രോഡക്റ്റുകൾക്ക് ഭംഗിയും അതിൻ്റെ ഈടും വെച്ചിട്ട് ഏത് സ്ഥലത്തുനിന്നും ഞങ്ങൾക്ക് ഓർഡറുകൾ കിട്ടുന്ന ഒരവസ്ഥയാണ് ഇന്ന് ഉള്ളത്.
മുഖ്യമന്ത്രിയുടെ പ്രാദേശിക റോഡ് പുനർനിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തലശ്ശേരി നഗരസഭയിലെ 27 റോഡുകൾ നവീകരിക്കും. പ്രവൃത്തി ഉദ്ഘാടനം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:30 തലശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ ഓൺലൈനായി നിർവഹിക്കും. തലശ്ശേരിയിലെ റോഡുകളുടെ നവീകരണ പ്രവൃത്തി ഉദ്ഘാടന ചടങ്ങിൽ തലശ്ശേരി MLA-യും നിയമസഭാ സ്പീക്കറുമായ അഡ്വക്കേറ്റ് N. ഷംസീർ അധ്യക്ഷനാകും. 5.8 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഇല്ലച്ചതാഴ കനാൽ റോഡ് 24 ലക്ഷം രൂപ, റജസ് കല്ലായി റോഡ് 15 ലക്ഷം, കോപ്പാലം കൊപ്പരക്കള റോഡ് 25 ലക്ഷം, കോണർവയൽ ക്രിക്കറ്റ് സ്റ്റേഡിയം പാർക്ക് മുതൽ ജല അതോറിറ്റി മുൻവശം വരെ 11.7 ലക്ഷം, ചിറക്കര KTP മുക്ക് മുതൽ കണ്ടിക്കൽ കവല വരെ 18 ലക്ഷം, തലശ്ശേരി പോലീസ് ക്വാർട്ടേഴ്സിന് മുന്നിലുള്ള റോഡിന് 15 ലക്ഷം, ചാലൽ സെൻറ്റ് പീറ്റേഴ്സ് ചർച്ച് മുതൽ കല്ലറക്കൽ വരെ 15 ലക്ഷം, MS റോഡ് ടാറിങ്ങിന് 17 ലക്ഷം, കുലാത്തുമ്മൽ മുകുന്ദൻ്റെ വീട് മുതലുള്ള റോഡിന് 24 ലക്ഷം, സുബ്രഹ്മണ്യ ക്ഷേത്രം റോഡ് മുതൽ കാരായി ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെ കണ്ണിച്ചിറ പുതിയ റോഡ് വരെ റോഡ് ടാറിങ്ങിന് 14 ലക്ഷം, നമ്പ്യാർ പീടിക ഇടത്തിലമ്പലം റോഡിന് 25 ലക്ഷം, കണ്ടിക്കൽ കവല മുതൽ കുട്ടിമാക്കൂൾ റോഡ് വരെ 45 ലക്ഷം രൂപ, ഈങ്ങയിൽ പീടിക മൂസമുക്ക് റോഡ് ഉയർത്തി ടാറിങ്ങിന് 22 ലക്ഷം, CK ചന്ദ്രൻ റോഡിന് 15 ലക്ഷം, സൂര്യക്കുളം റോഡ് മുതൽ ആലിഫ് സ്കൂൾ വരെ 13.2 ലക്ഷം, റെയിൽവേ മേൽപ്പാല റോഡിന് 14.9 ലക്ഷം, മൂഴിക്കർ റോഡ് ക്യാൻസർ സെഞ്ചർ വരെ 15 ലക്ഷം, BB ഉസ്മാൻ്റെ വീട് മുതലുള്ള റോഡിന് 15 ലക്ഷം, ബാത്തല മുകുന്ദൻ്റെ വീട് മുതലുള്ള റോഡിന് 14.9 ലക്ഷം, ഇടയിൽപ്പിടിക പള്ളി റോഡിന് 14.3 ലക്ഷം, ഉക്കണ്ടൻ പീടിക PP അനന്തൻ റോഡ് മുതൽ ത്രിവേണി കവല വരെയുള്ള റോഡ് ടാറിങ്ങിന് 15 ലക്ഷം, കോട്ടപ്പോയിൽ ദേശദേവാ സംഘം റോഡിന് 15 ലക്ഷം, ന്യൂമാഹി അതിർത്തി മുതലുള്ള റോഡിന് 15 ലക്ഷം, സൗപർണിക വീട് മുതലുള്ള റോഡിന് 10 ലക്ഷം, അറബിക് കോളേജ് ട്രാൻസ്ഫോമർ മുതൽ സർവീസ് റോഡ് വരെ 11.2 ലക്ഷം, കുറ്റിവയൽ പുലിഞ്ഞൂർ റോഡിന് 10 ലക്ഷം, തൊഴിൽ പരിശീലന കേന്ദ്രം മുതൽ കുറ്റിവയൽ ട്രാൻസ്ഫോമർ വരെ 15 ലക്ഷം എന്നിങ്ങനെയാണ് റോഡ് നവീകരണത്തിന് തുക മാറ്റിവച്ചിരിക്കുന്നത്. 19 റോഡുകളുടെ പ്രവൃത്തി ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കാണ്. ബാക്കിയുള്ളവ തലശ്ശേരിയിലെ കരാറുകാർക്കാണ്. 6 മാസ കാലാവധിയിൽ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യമിടുന്നത്. മാഹി എക്സൽ പബ്ലിക് സ്കൂൾ സ്പ്ലെൻഡേഴ്സ് ഓഫ് ഷവേഴ്സ് എന്ന പേരിൽ മൺസൂൺ ഫെസ്റ്റ് സംഘടിപ്പിച്ചു. മഴയെ നേരിട്ടറിഞ്ഞ് അതിന്റെ നവരസഭാവങ്ങളിലൂടെ മഴയുടെ സൗന്ദര്യവും ശാസ്ത്രവും മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. സ്കൂളിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ആഭിമുഖ്യത്തിൽ വ്യത്യസ്തമായ പരിപാടികൾ അരങ്ങേറി. റെയിൻ ഡാൻസുകൾ, സ്കിറ്റുകൾ, കാവ്യാവിഷ്കാരം, ഡോക്യുമെന്ററികൾ, മഴയെ ആസ്പദമാക്കിയുള്ള സിനിമാ ഗാനങ്ങളുടെ നൃത്തരൂപം എന്നിവ ഏറെ ശ്രദ്ധേയമായി. പ്രിൻസിപ്പൽ സതീയം കുറുപ്പ്, വൈസ് പ്രിൻസിപ്പൽമാരായ VK സുധീഷ്, P പ്രിയേഷ്, കോർഡിനേറ്റർമാരായ TK ജാസ്മിന, ശ്രീ G പ്രദീപ് കുമാർ, M വിനീഷ് കുമാർ, VK സുശാന്ത് കുമാർ, വെൽഫെയർ ഓഫീസർ M രാജേഷ്, മലയാള അധ്യാപകൻ ജയരത്നൻ എന്നിവർ നേതൃത്വം നൽകി. പന്നിന്നൂർ ഗവൺമെന്റ് ITIയിൽ മെക്കാനിക്, മോട്ടോർ വെഹിക്കിൾ, ഇലക്ട്രീഷ്യൻ, വെൽഡർ എന്നീ കോഴ്സുകളിൽ വനിതകൾക്ക് സംവരണം ചെയ്തിട്ടുള്ള ഏതാനും ഒഴിവുകളിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 10ാം ക്ലാസ്സാണ് യോഗ്യത. താൽപ്പര്യമുള്ള വനിതകൾ ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്ക് മുമ്പായി ഗവൺമെന്റ് ITI പന്നിന്നൂരിൽ നിശ്ചിത ഫോമിൽ അപേക്ഷാ ഫോറം സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് ITIയുമായി ബന്ധപ്പെടണം. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ
നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. ബികോം ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc Artificial Intelligence and Machine Learning, BSW, BSc Data Science, BSc Psychology, MBA, MCA, കൂടാതെ CMA, CAT, Logistics, Cyber Security and Ethical Hacking, Aviation എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്നതുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 0490222803, 9497360333. പാനൂരിന്റെ ഹൃദയത്തിൽ പുതിയൊരു രുചിലോകവുമായി ഒമാസ് റെസ്റ്റോറന്റിന്റെ 4ാമത്തെ ശാഖ നൊച്ചിക്കാട് മൈതാനിക്ക് സമീപം പൂക്കോം റോഡിൽ. വൈവിധ്യമാർന്ന വിഭവങ്ങൾ കൊണ്ട് നിങ്ങളുടെ രുചിമുകളങ്ങളെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്താൻ ഒമാസ് റെസ്റ്റോറന്റ്. തലശ്ശേരി സ്പെഷ്യൽ ദം ബിരിയാണി, വിവിധതരം ഒമാസ് സ്പെഷ്യൽ അറേബ്യൻ മന്തി, ചൈനീസ്, സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, വെജ്, നോൺ വെജ് എല്ലാം ഒരു കുടക്കീഴിൽ. ഒരു നല്ല ഭക്ഷണാനുഭവത്തിനായി ഒമാസ് റെസ്റ്റോറന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഏറ്റവും മികച്ച പാർട്ടി ഹാളും ഒരുക്കിയിരിക്കുന്നു. ബർത്ത്ഡേ, ഗെറ്റ് ടുഗദർ ആഘോഷങ്ങൾ ഏതുമാവട്ടെ എല്ലാം ഇനി ഒമാസിൽ. വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുടുംബസമേതം ഒത്തുചേരാൻ പാനൂരിൽ അതിമനോഹരമായ അന്തരീക്ഷം, കുട്ടികൾക്കായി ആധുനിക സൗകര്യത്തോടുകൂടിയ കളിസ്ഥലം. ഒമാസ്, രുചിയുടെയും വിശ്വാസത്തിന്റെയും പേര്. ഒമാസ് റെസ്റ്റോറന്റ്, പാനൂർ. വാർത്തയിലേക്ക്.
പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കൊടുവള്ളിപ്പാലം യാഥാർത്ഥ്യമായതിന്റെ ആഹ്ലാദത്തിലാണ് പ്രദേശവാസികളും യാത്രക്കാരും. ചൊവ്വാഴ്ച രാവിലെ 11:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലം നാടിന് സമർപ്പിക്കും. യാത്രക്കാരുടെ പ്രതികരണങ്ങളിലേക്ക്. വർഷങ്ങളായിട്ട് ഇവിടെ ലോട്ടറി നിൽക്കുന്ന ആളാണ്, കൂടാതെ ഈ നാട്ടുകാരും കൂടിയാണ്. അപ്പോൾ ഈ പ്രദേശത്തെ ഏറ്റവും വലിയ പരിഹാരം എന്ന നിലയിൽ മേൽപ്പാത വരുന്നതോടുകൂടി പ്രശ്നം തീരും. കാരണം 2-3 ട്രെയിന് ദിവസേന പോകുന്ന സമയത്ത് വാഹനങ്ങൾ വരിവരിയായി നിന്നിട്ട് ഹൈവേ അടക്കം ബ്ലോക്കാകുന്ന പ്രശ്നമുണ്ട്. അത് കോടതി വരെ ബ്ലോക്കായ ദിവസമുണ്ട്. കോടതിയുടെ അടുത്ത് വരെ ഹൈവേ ബ്ലോക്കാവും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നത്തിന് ഈ പാലം വന്നത് ഏറ്റവും നല്ല കാര്യമാണ്. വർഷങ്ങളായിട്ടുള്ള ഒരു കാത്തിരിപ്പാണ് സഫലമാകാൻ പോകുന്നത്. ഇവിടെ ഈ ഗേറ്റ് പാലം തുറക്കുന്നതിലൂടെ ജനങ്ങൾക്കെല്ലാം വളരെ ഉപകാരപ്രദമായ ഒരു പാലമായിരിക്കും ഇത് വിശ്വസിക്കുന്നത്. കാരണം വളരെ വർഷങ്ങളായിട്ട് ജനങ്ങളെല്ലാം ഇങ്ങനെ ഒരു ട്രാഫിക് ബ്ലോക്കിൽ പെട്ടിട്ട് എല്ലാവരും വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതൊരു വലിയ ഉപകാരമായിരിക്കും ഈ ജനങ്ങൾക്ക് ഈ ഒരു പാലം വരുന്നതിലൂടെ. അപ്പോൾ എത്രയും പെട്ടെന്ന് തുറക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ കാത്തിരിക്കുകയാണ്. ബ്ലോക്ക് 6 മണിക്ക് ശേഷം ഫുൾ ബ്ലോക്കാണ് ഇവിടെ. വൈകിട്ട് 5:30-6 മണി മുതൽ 7 വരെ ഫുള്ള് ബ്ലോക്കായിരിക്കും. അതിൽ നിന്നല്ല നമുക്കിപ്പോൾ രക്ഷപ്പെടാം 12-ാം തീയതിക്ക് ശേഷം. അത് നമ്മളെ മന്ത്രി ചെയ്ത ഏറ്റവും വലിയൊരു ഉപകാരം. കുറേ കാലത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾക്ക് ബ്ലോക്കിൽ നിന്നൊരു പരിഹാരമാവുകയാണ് ഇവിടെ. കുറേ കാലമായി ഇവിടെ ബ്ലോക്കിൽ കുടുങ്ങി ഞങ്ങൾ യാത്ര ചെയ്യുകയാണ്. ഇപ്പോൾ അതിനൊരു പരിഹാരമാവുന്നതിന് ഭയങ്കര സന്തോഷമായിരിക്കുകയാണ്. ഇവിടെ റോഡിൽ ബസ്സിൽ കാത്തിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം മേൽപ്പാലം വരുന്നതോടുകൂടി നല്ല ആളുകൾക്ക് നല്ല സൗകര്യമാവും. അതൊരു നല്ല കാര്യം തന്നെയാണ്. എന്നു പറയാം, അതെ, ബ്ലോക്കില്ലാണ്ട് നമുക്ക് വഴി അങ്ങ് പോകാമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും വേഗം എത്തിച്ചേരാൻ പറ്റും. ഞാൻ NDTF തലശ്ശേരിയുടെ പ്രിൻസിപ്പളാണ്. അപ്പോൾ ഈ റോഡിന് മറുവശത്തായിട്ടാണ് NDTF പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ 66 വർഷമായിട്ട്. ഈ കൊടുവള്ളി പാലം വഴി ആണ് ഞങ്ങളുടെ കുട്ടികളും മാതാപിതാക്കളും അധ്യാപകരും ഒക്കെ വന്നിരുന്നത്. വളരെയധികം ബുദ്ധിമുട്ടുകൾ ആണ് അതുകൊണ്ട് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത്തരം ഒരു മേൽപ്പാലം നിർമ്മിക്കാനുള്ള പ്രവൃത്തി തുടങ്ങിയ നിലവിലെ സർക്കാരിന് എൻ്റെ എല്ലാവിധ ആശംസകളും നൽകുന്നു. ഇത് ഏറ്റവും നല്ലൊരു മൂവ്മെൻറ്റാണ്. കുറേയേറെ ഗുണഭോക്താക്കളുണ്ട്. ഞങ്ങളുടെ NDTFൻ്റെ വക ആശംസകൾ സർക്കാരിന് അർപ്പിച്ചുകൊള്ളുന്നു. നമ്മൾ NDTF സെക്കൻഡ് ഇയേഴ്സ് പഠിക്കുന്ന സ്റ്റുഡൻസാണ്. നമ്മളിപ്പോൾ വണ്ടി എടുത്ത് വരുന്നവരും ബസ്സിൽ വരുന്നവരും ഉണ്ട്. നമ്മളിപ്പോൾ കൊടുവള്ളിക്ക് ബസ് ഇറങ്ങിയിട്ട് നമുക്കിപ്പോൾ ക്യാമ്പസിലെത്തണമെങ്കിൽ ഈ റെയിൽവേ ക്രോസിംഗ് കടക്കാണ്ട് വേറെ വഴിയൊന്നുമില്ല. സോ ഈ ബ്രിഡ്ജ് വരുമ്പോൾ നമുക്ക് റെയിൽവേ ക്രോസിംഗ് സ്കിപ്പ് ചെയ്തിട്ട് കോളേജിലേക്ക് എത്താൻ പറ്റും. റെയിൽവേയിൽ ഇപ്പം ഗേറ്റ് പൂട്ടിയിട്ടാണെങ്കിൽ നമുക്ക് എന്തായാലും കുറച്ച് ഡിലേ വരുന്നതാണ്. സോ നമുക്കിപ്പോൾ NDTF ക്യാമ്പസിൽ സ്ട്രിക്റ്റ് ടൈമിംഗ് ആണ്. സോ ഡിലേ നമുക്ക് എന്തായാലും പറ്റില്ല. നമുക്കിപ്പോൾ ബ്രിഡ്ജ് ഉള്ളതുകൊണ്ട് നമുക്ക് ഡിലേ ഇല്ലാണ്ട് പെട്ടെന്ന് കോളേജിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റും. ഞാൻ NDTFിൽ ജോയിൻ ചെയ്തത് 2014 അങ്ങനെ ആദ്യം 2014 കണ്ണൂരിൽ നിന്ന് തലശ്ശേരിയിലേക്ക് വരുന്ന വഴിക്ക് കണ്ണൂർ തലശ്ശേരി ബസ്സിലാണ് വരുന്നത്. അപ്പോൾ മീതിലപ്പീടി തുടങ്ങി ബ്ലോക്കായിരുന്നു. അപ്പോൾ ബസ്സിലുള്ള ആളുകൾ പറയുന്നത് കേട്ടു അത് കൊടുവള്ളി ഗേറ്റ് അടച്ചതാണെന്ന്. അങ്ങനെ ഒരു ഗേറ്റ് അടയ്ക്കുമ്പോൾ തന്നെ അത്രയും വലിയൊരു ബ്ലോക്ക് വരുന്നത് അന്നേ ഞാൻ ശ്രദ്ധിച്ചതാണ്. അന്ന് ഇവിടെ വന്നു. അതിനുശേഷം റോഡൊക്കെ കുറച്ച് വീതിയാക്കിയെങ്കിലും ഈ നമ്മുടെ പിണറായി സൈഡിലേക്ക് അല്ലെങ്കിൽ മമ്പറം അഞ്ചരക്കണ്ടി ആ സൈഡിലേക്കുള്ള ഒരു റോഡ് ഇരിക്കൂർ റോഡ് അവിടുത്തെ ബ്ലോക്ക് ഒരു പരിധിയിലധികം ഗേറ്റ് അടയ്ക്കുമ്പോൾ നമുക്ക് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു പാലം വരുന്നതോടുകൂടി ആ ഒരു ബ്ലോക്ക് ഒരു പരിധിയിലധികം നമുക്ക് ഒഴിവായി കിട്ടും. ചെറിയാണ്ടി കുടുംബസംഗമം സംഘടിപ്പിച്ചു. ചുണ്ടങ്ങാപ്പോയിൽ വൈറ്റ് ഹൗസിൽ ബഷീർ ചെറിയാണ്ടി ഉദ്ഘാടനം ചെയ്തു. 3 തലമുറകളിൽപ്പെട്ടവർ ഒത്തുചേർന്നു. ചുണ്ടങ്ങാപ്പോയിലെ പ്രമുഖ കുടുംബമായ ചെറിയാണ്ടി കുടുംബസംഗമം ബഷീർ ചെറിയാണ്ടി ഉദ്ഘാടനം ചെയ്തു. കുടുംബം ഇമ്പമുണ്ടാകുന്നതാണ് കുടുംബം എന്ന് എല്ലാവർക്കും അറിയാം. അത് ധന്യമാകണമെങ്കിൽ ഉപ്പയും ഉപ്പയും വഴിക്കുന്നത് വരെ ഐ ലവ് ഉപ്പ, ഐ ലവ് ഉമ്മ, പ്രിയപ്പെട്ട ഉപ്പ ഉമ്മ എന്നത് അനുസരിച്ച് ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊരു കുടുംബ സംഗമത്തിന്റെ ആവശ്യമില്ല. ഐ ലവ് ഉപ്പ, ഐ ലവ് ഉമ്മ, സ്നേഹനിധിയായ ഉപ്പ ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടുകൊണ്ട് ഉപ്പയും ഉമ്മയും നമ്മോട് വിട പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയാണ് ജീവിതം ധന്യമാകുന്നത്. ചെറിയാണ്ടി കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്തിൽ എല്ലാവരും പറയും ഒരു മാതൃകാ കുടുംബമാണ്. കാരണം എന്ത് ചെറിയ ആവശ്യമുണ്ടെങ്കിലും എല്ലാവരും
ഒന്നിച്ചു ചേരുന്നു. കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വീട്ടിനുള്ളിൽ പോലും ഐക്യം നഷ്ടപ്പെടുമ്പോൾ ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം എന്താണോ തീരുമാനമെടുക്കുന്നത് അത് ചിലപ്പോൾ മാനസികമായ പ്രയാസമുണ്ടാവും. പക്ഷെ എന്നാലും അത് കുടുംബത്തിൻ്റെ തീരുമാനമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒത്തൊരുമിച്ച് ചേരുന്ന ഒരു കുടുംബമാണ് ചെറിയാണ്ടി കുടുംബം. അതുകൊണ്ട് തന്നെ ആ ഒരു പാരമ്പര്യം ഇനി അങ്ങോട്ടും നിലനിർത്തണമെന്നാണ് എനിക്ക് അവസരത്തെ സൂചിപ്പിക്കാനുള്ളത്. യൂസഫ് ചെറിയാണ്ടി അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ടി മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. പി കെ സിദ്ദിഖ്, ഇ വി സെയ്തു, വി പി സാബിത്ത്, സി പി അൻവർ സാദത്ത്, സി പി ഇസ്മയിൽ, പി കെ ആഷിഫ് എന്നിവർ സംസാരിച്ചു. മുതിർന്ന കുടുംബാംഗങ്ങളായ അബ്ബാസ്, ഇസ്മയിൽ, മുഹമ്മദ്, ആസിയ, റാബിയ, മറിയം, ആയിഷ, ഇസ്ഹാഖ്, മൂസക്കുട്ടി, നഫീസ എന്നിവരെയും പ്രൊഫഷണൽ കോഴ്സ്, ബിരുദം, +2, സമസ്ത, പൊതുപരീക്ഷ തുടങ്ങിയവയിൽ ഉന്നത വിജയം നേടിയവരെയും ആദരിച്ചു. അടുത്തതായി കുടുംബാംഗങ്ങൾക്കായി നടത്തിയ വിവിധ മത്സര പരിപാടികളിൽ വിജയിച്ചവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. അഷ്റഫ് ചെറിയാണ്ടി സ്വാഗതവും സി പി ഹാരിസ് നന്ദിയും പറഞ്ഞു. സഫീർ, അൻസാർ, പി കെ അസ്ലം, ജലീൽ, സി പി മജീദ്, സി പി കാസിം, സി പി ദാവൂദ്, സി പി മുഹമ്മദ് ഫസൽ, സി പി അനീസ് എന്നിവർ നേതൃത്വം നൽകി. കൂത്തുപറമ്പ് ഗവൺമെന്റ് യു പി സ്കൂൾ ഫ്രണ്ട്സ് കൂട്ടായ്മയുടെ കുടുംബസംഗമം വിപുലമായ പരിപാടികളോടെ കൂത്തുപറമ്പ് സഹകരണ റൂറൽ ബാങ്ക് വോൾഗ മിനി ഓഡിറ്റോറിയത്തിൽ നടന്നു. കൂത്തുപറമ്പ് ACP കെ വി പ്രമോദൻ ഉദ്ഘാടനം ചെയ്തു. കൂത്തുപറമ്പ് ACP കെ വി പ്രമോദൻ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ വരുമ്പോൾ ഉണ്ടായ ഒരു യാദൃശ്ചികമായ ഒരു ഇൻസിഡന്റ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു മാത്രമാണ്. ഒരു കുടുംബത്തില് ഓരോ കുടുംബങ്ങളിലും അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, അവരെ അല്ലാതെ കുറിച്ച് എന്താണ് കാര്യങ്ങൾ ചോദിച്ചു. അവർ പറഞ്ഞു, അമ്മ പറഞ്ഞു അച്ഛൻ ശ്രദ്ധിക്കുന്നുണ്ടാവുമെന്ന് കരുതി ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. അച്ഛൻ പറഞ്ഞു അമ്മ ശ്രദ്ധിക്കുന്നുണ്ടാവുമെന്ന് കരുതി ഞങ്ങൾ ശ്രദ്ധിച്ചാൽ അവരെല്ലാം കൂട്ടം കൂടിയാണ് സംസാരിക്കുന്നു. കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്. ഞങ്ങൾ സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ സ്റ്റേഷൻ വരാൻ ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ ഞാൻ അയാൾ ഫോൺ വാങ്ങിച്ചു. സാറേ ഫോൺ കൊണ്ടുവല്ല, എന്റെ ഫോൺ നിങ്ങൾ കൊണ്ടുവല്ല, ഫോൺ എനിക്ക് അത്യാവശ്യമാണ്. ഫോൺ നിങ്ങൾ ഒരു മിനിറ്റ് പോലും എനിക്ക് വളരെ ഒരുപാട് കോൾസ് വരാനുണ്ട്, ഈ ഫോൺ ഒരു കാരണവശാൽ നിങ്ങൾ എടുക്കരുതെന്നാണ് അയാൾ പറഞ്ഞിരുന്നത്. തന്റെ സ്വന്തം മകൻ, 3 വയസ്സുള്ള മകൻ, ഒരു അരമണിക്കൂറായി അച്ഛനും അമ്മയും ശ്രദ്ധിക്കാതെ ഒരു 1/2 കിലോമീറ്റർ അപ്പുറമുള്ള മെയിൻ റോഡിലേക്ക് ഒരു കുട്ടി പോകുമ്പോൾ യാതൊരു ശ്രദ്ധയും ഇല്ലാതെ രക്ഷിതാക്കൾ, ഞാൻ ഒരു മിനിറ്റ് നേരം ആ ഫോൺ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരികയാണ്, നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അവർ മിനിറ്റ് നേരം ആ ഫോൺ കൈവിട്ട് കൊടുക്കാൻ വേണ്ടി അവർ തയ്യാറാണ്. ഉദ്ഘാടന ചടങ്ങിൽ അസ്ഗർ അലി അധ്യക്ഷനായി. ആബൂട്ടി മുഖ്യപ്രഭാഷണം നടത്തി. AT അബ്ദുൽ അസീസ്, സലീം കൊട്ടാരത്തിൽ, അലി തുടങ്ങിയവർ സംബന്ധിച്ചു. ചടങ്ങിൽ കൂത്തുപറമ്പിലെ ജനകീയ ഡോക്ടർ KP നൂറുൽ ഹക്കിനെയും ഫ്രണ്ട്സ് കൂട്ടായ്മ അഡ്മിൻ PC നൌഷാദ് കുറ്റിക്കാടിനെയും ആദരിച്ചു. അദ്ദേഹത്തിന്റെ ഒറ്റ പ്രയത്നത്തിൽ കൂടെയാണ് ഈ GUP ഫ്രണ്ട്സ് ഇന്നിവിടെ. കൂത്തുപറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികൾക്കുള്ള TP നാരായണൻ മാസ്റ്റർ മെമ്മോറിയൽ ആദരവും ഇതോടൊപ്പം നടന്നു. കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂമാഹി ഏടന്നൂരിൽ VS അച്യുതാനന്ദൻ അനുസ്മരണം സംഘടിപ്പിച്ചു. CPM ന്യൂമാഹി ലോക്കൽ സെക്രട്ടറി K ജയപ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. CPM ന്യൂമാഹി ഏടന്നൂർ വാർഡ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും CPMന്റെ സമുന്നത നേതാവുമായിരുന്ന VS അച്യുതാനന്ദൻ അനുസ്മരണം നടത്തി. ഏടന്നൂർ റെഡ് കോർണറിലാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. CPM ന്യൂമാഹി ലോക്കൽ സെക്രട്ടറി K ജയപ്രകാശൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ആ SRCP ഭരണത്തിനെതിരായിട്ട് ഉയർന്നു വന്ന പ്രതിഷേധമാണ് 1946 പുന്നപ്ര വയലാർ സമരമായി പൊട്ടിപ്പുറപ്പെട്ടതെന്ന് കാണാൻ വേണ്ടി കഴിയും. 1946 ഒക്ടോബർ 24-ാം തീയതിയാണ്
ആദ്യമായിട്ട് പുന്നപ്രയിൽ വെടിവെപ്പ് നടത്തുന്നത്. അതിന്റെ തലേ ദിവസം അവിടുത്തെ ഒരു കവലയിൽ വലിയ പ്രതിഷേധ യോഗങ്ങളൊക്കെ നടന്നു. ആ യോഗത്തിൽ പ്രസംഗിച്ചു എന്നതിന്റെ പേരിലാണ് സഖാവ് VS-നെതിരായിട്ട് കേസ് വരികയും പാർട്ടിയുടെ നേതൃത്വത്തിൽ ആ പരിപാടികൾ സംഘടിപ്പിക്കുകയും പാർട്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, ഒളിവിൽ പോകാൻ വേണ്ടി ആവശ്യപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് കോട്ടയത്തേക്ക് അദ്ദേഹം ഒളിവിൽ പോകുന്നത്. ആ ഘട്ടത്തിലാണ്, ഒളിവിൽ വെച്ചാണ് അദ്ദേഹത്തെ, ഇപ്പോ അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം പറയുമ്പോൾ അദ്ദേഹത്തെ കാൽപാദങ്ങളിൽ ബയനറ്റ് കുത്തിയിറക്കിയ കഥ നമ്മളെല്ലാം കേട്ടിരിക്കും. ആ ഒരു അവസ്ഥ പൂഞ്ഞാറിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ലോക്കൽ വെച്ച് ക്രൂരമായ മർദ്ദനം. ന്യൂമാഹി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അർജുൻ പവിത്രൻ അധ്യക്ഷനായി. കെ നൌഷാദ്, കെ പ്രീജ തുടങ്ങിയവർ സംസാരിച്ചു. വീണ്ടും ഒരിടവേള. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തയിലേക്ക്. ഹാസ്യകലയിലൂടെ കാണികളെ വിസ്മയിപ്പിച്ച പെരുന്താറ്റിൽ ഗോപാലന്റെ 3ാം ചരമവാർഷിക പരിപാടികൾക്ക് തുടക്കമായി. സ്മൃതി സംഗമം 2025 ഞായറാഴ്ച പെരുന്താറ്റിൽ ഗുരുകൃപ ഹാളിൽ നടക്കും. ഹാസ്യകലയിലൂടെ 6 പതിറ്റാണ്ടുകാലം വടക്കേ മലബാറിന്റെ സഹൃദയരായ കലാപ്രേമികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത പ്രതിഭാധനനാണ് ഹാസ്യ കലാകാരൻ കൂടിയായ പെരുന്താറ്റിൽ ഗോപാലൻ. നടൻ, മോണോ ആക്ട്, മിമിക്രി ആർട്ടിസ്റ്റ് എന്നീ നിലകളിലുള്ള പ്രകടനങ്ങൾക്ക് പുറമെ നൂറുകണക്കിന് ക്ഷേത്രവേദികളിൽ ആധ്യാത്മിക പ്രഭാഷണങ്ങൾ നടത്തുക വഴി മികച്ച വാഗ്മി എന്ന നിലയിലും ശോഭിച്ചു. പെരുന്താറ്റിൽ വലിയ പറമ്പ് ഈസ്റ്റ് LP സ്കൂൾ മാനേജർ കൂടിയായിരുന്നു പെരുന്താറ്റിൽ ഗോപാലൻ. 3ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് സ്കൂളിൽ ഓർമ്മ ദിനം ആചരിച്ചു. വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണ വിതരണവും നടത്തി. ഞായറാഴ്ച നടക്കുന്ന സ്മൃതി സംഗമം സാഹിത്യകാരൻ ഡോക്ടർ ജിനേഷ് കുമാർ എരമം ഉദ്ഘാടനം ചെയ്യും. പെരുന്താറ്റിൽ ഗോപാലൻ സ്മാരക അവാർഡ്
എഴുത്തുകാരൻ TKD മുഴപ്പിലങ്ങാട് ഏറ്റുവാങ്ങും. പെരുന്താറ്റിൽ ഗോപാലൻ സ്മാരക കലാരത്ന പുരസ്കാര സമർപ്പണം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VK സുരേഷ് ബാബു നിർവഹിക്കും. പ്രഭാഷകനും കഥാപ്രാസംഗികനുമായ A. യതീന്ദ്രൻ മാസ്റ്റർ ഏറ്റുവാങ്ങും. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് AK രമ്യ, MP അരവിന്ദാക്ഷൻ, അഡ്വക്കേറ്റ് നിഷാദ്, മണിവർണ്ണൻ തുടങ്ങിയവർ സംബന്ധിക്കും. പ്രൊഫസർ ദാസൻ പുത്തലത്ത് അധ്യക്ഷത വഹിക്കും. തലശ്ശേരി ശ്രീ ജഗന്നാഥ ക്ഷേത്രവും ശ്രീ ജ്ഞാനോദയ യോഗവും സംയുക്തമായി 171ാമത് ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷത്തിന് തുടക്കമായി. ഔപചാരിക ഉദ്ഘാടനം ഞായറാഴ്ച കാലത്ത് 10 മണിക്ക് നടക്കും. ജ്ഞാനോദയ യോഗം 2025 ഭാഗമായാണ് മത്സര പരിപാടികൾ സംഘടിപ്പിച്ചത്. ശ്രീനാരായണ ഹാളിൽ വെച്ചാണ് മത്സരങ്ങൾ നടന്നത്. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ, കോളേജ് എന്നീ വിദ്യാർത്ഥികൾക്കായാണ് മത്സരങ്ങൾ നടന്നത്. ഞായറാഴ്ചയും മത്സര പരിപാടികൾ തുടരും. പ്രധാന വാർത്തകൾ വീണ്ടും. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉദ്ഘാടന സജ്ജം. സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച. തകർച്ച പാരമ്യത്തിലെത്തിയ കുട്ടിമാക്കൂൽ എരഞ്ഞോളിപ്പാലം റോഡ്. പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ യാത്രാ ദുരിതം. റബ്കോ ഉൽപ്പന്നങ്ങളുടെ റീറ്റെയിൽ ഷോറൂം കതിരൂർ വേറ്റുമ്മലിൽ ഉദ്ഘാടന സജ്ജം. ഉദ്ഘാടനം തിങ്കളാഴ്ച സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ നിർവഹിക്കും. മുഖ്യമന്ത്രിയുടെ പ്രാദേശിക റോഡ് പുനർനിർമ്മാണ പദ്ധതിയിൽ തലശ്ശേരിയിലെ 27 റോഡുകൾ നവീകരിക്കും. പ്രവൃത്തി ഉദ്ഘാടനം തിങ്കളാഴ്ച ധനമന്ത്രി KN ബാലഗോപാൽ നിർവഹിക്കും. ഇതോടെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.